അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള കാത്തിരിപ്പിന് ശേഷം ന്യൂസിലാൻഡിനെതിരെയുള്ള ഏകദിന ടീമിനെ ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു വലിയ സർപ്രൈസിങ് ആയിട്ടുള്ള ഒന്നും ഇല്ലാത്ത, വളരെ കൃത്യമായിട്ട് എന്താണോ പ്രഡിക്റ്റ് ചെയ്യപ്പെട്ടത് ആ രീതിയിലുള്ള ഒരു ടീമിനെ തന്നെ ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ശ്രേയസ് അയ്യർ തിരിച്ചു വരുമോ എന്നതായിരുന്നു ഒരു ചോദ്യം. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു വാർത്തയൊക്കെ വന്നിരുന്നത്, അതായത് ഈ പരിക്കിൽ നിന്ന് മുക്തനാകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ശ്രേയസ് ഒരുപാട് വെയിറ്റ് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഫിറ്റ്നസ് ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു വാർത്തകളൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിരുന്നു. പക്ഷെ ഇപ്പോ ഇവിടെ സെലക്ഷൻ കമ്മിറ്റി ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ശ്രേയസ് അയ്യർ ഉണ്ട്, പക്ഷെ നേരത്തെ ഗില്ലിന് കിട്ടിയിരുന്ന പോലത്തെ ഒരു സ്റ്റാർ അവിടെ ഇട്ടിട്ടുണ്ട്. അതായത് BCC സെന്റർ ഓഫ് എക്സലൻസിൽ നിന്ന് ഇത് കിട്ടണം. അതുപോലെ തന്നെ ഗില്ലിനും അതുപോലെ തന്നെ ശ്രേയസിനും പരിക്കേറ്റ സാഹചര്യത്തിൽ പകരക്കാരായിട്ട് വന്നിട്ടുള്ള ഋതുരാജും തിലകും പുറത്തായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ ടീം നമുക്കറിയാം, ഈ എന്തുകൊണ്ട് ഇവർ പുറത്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഓർഡറിൽ ഇത്രയും താരങ്ങൾ, ഗില്ല് അതുപോലെ തന്നെ ശ്രേയസും രണ്ടുപേരും ഏകദിനത്തിൽ അങ്ങനെ നമുക്ക് പ്രതീക്ഷയുള്ള താരങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ രോഹിത്തും വിരാട് കോഹ്ലിയും ഇപ്പോൾ മാറ്റി നിർത്തുക എന്നുള്ളൊരു ഘട്ടങ്ങളിൽ നിന്നൊക്കെ അവർ ഏകദിനത്തിൽ അവരിപ്പോഴും സ്ട്രോങ് ആണെന്നുള്ള തെളിയിക്കുന്ന ഒരു പ്രകടനം. രോഹിത് ഇപ്പോൾ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്, കോഹ്ലി സെഞ്ചുറി അടിച്ചു, വിജയ് ഹസാരെ ട്രോഫിയിൽ അടക്കം കളിച്ചവര് തെളിയിച്ചിട്ടുണ്ട്. തെളിയിക്കുക എന്ന് പറയുന്നില്ല, അവർ ഫോമിലാണ്. അപ്പൊ ഇത്രയും താരങ്ങൾ ഉള്ളപ്പോ ഒരു ഋതുരാജിനും സ്വാഭാവികമായിട്ടും തിലകിനും പുറത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് അങ്ങനെ തന്നെ നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്ക് ടീമിലേക്ക് വരികയാണെങ്കിൽ ടീമിന്റെ ഒരു അതിലേക്ക് വരുമ്പോൾ നമുക്ക് സിറാജ് ഇപ്പം തിരിച്ചെത്തിയിട്ടുണ്ട് ടീം. പക്ഷേ ഷമി എന്തുകൊണ്ട് വീണ്ടും പുറത്തിരിക്കുന്ന ചോദ്യം വരുന്നുണ്ട്. ഷമിയുടെ പെർഫോമൻസ് അത്ര മോശമായിട്ടൊന്നും പറയാൻ വേണ്ടി പറ്റില്ല. ഒരു ബൂംറ ഇല്ലാത്ത സാഹചര്യത്തിൽ ന്യൂസിലാൻഡ് അത്ര ചെറിയ ടീമൊന്നുമല്ലല്ലോ. അപ്പോൾ ന്യൂസിലാൻഡിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ബോളറും കൂടി വേണമായിരുന്നു എന്നൊരു വാദം മാത്രമാണ് ഈ സ്ക്വാഡിലേക്ക് വരുന്നത്. ബാക്കി ഇപ്പോൾ സൈഫ് പറഞ്ഞാൽ തന്നെ രണ്ട് താരങ്ങൾ തിരിച്ചു വരുമ്പം, അതായത് നായകനും ഉപനായകനുമാണ് തിരിച്ചു വരുന്നത്. സിമ്പിളായിട്ട് പറയുമ്പോൾ നായകൻ ഗില്ലും ഉപനായകൻ ശ്രേയസ് അയ്യരും തിരിച്ചു വരുന്നു. അപ്പോൾ പകരക്കാരെ വരുന്ന രണ്ട് താരങ്ങൾക്ക് പുറത്തു പോകേണ്ടി വരുന്നു. അതിൽ വലിയ തെറ്റൊന്നുമില്ല. ഇപ്പോൾ പറഞ്ഞില്ല ഗെയ്ക്വാദ് ആയാലും തിലക് വർമ്മ ആയാലും. ഗെയ്ക്വാദിൻ്റെ കേസ് പറയുമ്പോൾ നമുക്ക് സെഞ്ചുറി അടിച്ച് ഏറ്റവും അവസാനത്തെ മത്സരം സെഞ്ചുറി അടിച്ച താരമല്ലേ എന്നൊരു ചോദ്യം മാത്രമാണ് വരിക. പക്ഷെ അതിൽ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞാൽ തന്നെ സഞ്ജു സാംസണൊക്കെ സെഞ്ചുറി അടിച്ച ശേഷം സ്ക്വാഡിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. അപ്പം അത് ഇന്ത്യയുടെ ഒരു രീതിയാണ്. ഇപ്പോൾ ഒരു ടീമിനെ സെറ്റ് ചെയ്ത ടീം വെച്ചാൽ പരിക്കിട്ട് കഴിയുമ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ അവസരം കൊടുക്കുക എന്നുള്ളത്. അത് ആവശ്യമാണോ അല്ലയോ എന്നുള്ളത് ഇപ്പം ശ്രേയസ് അയ്യറിൻ്റെ നിലവിൽ ഫോമൊക്കെ നോക്കിയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഗില്ലിനെ കൊണ്ടുവരുമ്പോൾ ഇവർ T20 കൊണ്ടുവരുമ്പോൾ പറഞ്ഞ ന്യായം ഇതായിരുന്നു. ഗില്ല് ഇവിടെ ഇതിനു മുമ്പ് ശ്രീലങ്ക കളിച്ചാണ്, ഗില്ലിൻ്റെ സ്ലോട്ടാണെന്ന് പറയുകയാണ് ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അദ്ദേഹത്തിന് പുറത്ത് പോകേണ്ടി വന്നു. അങ്ങനെ ഭാവിയിൽ ഇനിയിപ്പം ശ്രേയസിനും ഗില്ലിനും വേണ്ടി പകരം താരങ്ങൾക്ക് വരാൻ വേണ്ടി അവസരം ഉണ്ടാകുന്നതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ നിലവിലെ അവസരത്തിൽ പരിക്കിൽ നിന്ന് മോചിത രണ്ട് താരങ്ങൾ തിരിച്ചെത്തുന്നു. ആ സ്ക്വാഡ് വീണ്ടും പഴയ പോലെ തന്നെ വരുന്നു. അതിൽ ടോപ്പ് ഓർഡറിൽ സന്തോഷമുള്ള കാര്യമാണ്. പറഞ്ഞിട്ടുണ്ട് രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ഗില്ല്, ശ്രേയസ് അയ്യർ ഇങ്ങനെ വരുന്ന സമയത്ത്, ശ്രേയസ് അയ്യർ 4 നമ്പറിലാകുമ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ആ സ്ക്വാഡ് എന്നൊരു രാഹുൽ നമുക്ക് പറയേണ്ടതില്ല. അതവിടെ ഉണ്ടല്ലോ. ഞാൻ ശ്രേയസ് അയ്യരും ഗില്ലും തിരിച്ചു വന്നുകൊണ്ടാണ് ടോപ്പ് ഓർഡറിലും ഈ 4 നമ്പറും പറഞ്ഞത്. മധ്യനിര 5 കൂടെ പറയേണ്ടതുണ്ട്. പക്ഷേ ഈ പറയുമ്പോൾ 5 നമുക്ക് രവീന്ദ്ര ജഡേജ 6 വരുന്നത് അതും ഒക്കെയാണ്. 7 നമ്പറിലേക്ക് ഇപ്പോൾ ഏത് താരം കളിക്കുന്നില്ല അറിയേണ്ടത്. 10 ഉണ്ടെങ്കിൽ 6 നമ്പറിൽ 10 ആണോ സുന്ദറാണോ കളിക്കേണ്ടതെന്ന് അറിയേണ്ടതാണ്. പക്ഷേ ഈ ഡെപ്തിൽ നമുക്ക് ഈ ആദ്യത്തെ 5 എടുക്കാം. സൈഫ് പറഞ്ഞിലൊക്കെ രാഹുൽ 5 എടുക്കുമ്പോൾ 5 നമുക്ക് വിശ്വാസമുള്ള താരങ്ങളാണ്. ഏകദേശം ഫോർമാറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ടെൻഷൻ ഇല്ല. അടുത്ത താരം ഇന്ന താരമാണല്ലോ എന്നൊരു ആശ്വാസം നൽകുന്ന താരങ്ങളാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് വലിയ ടെൻഷൻ ഇല്ലാത്ത നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സ്ക്വാഡിനെ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഒരു വേറൊരു ചേഞ്ച്, കഴിഞ്ഞ പരമ്പരയിൽ വന്നിട്ടുള്ള വേറൊരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പരമ്പരയിൽ പതിവിൽ നിന്ന് വിപരീതമായിട്ട് 3 വിക്കറ്റ് കീപ്പർമാരെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ത്യ കളിച്ചത്. സ്വാഭാവികമായിട്ടും ധ്രുവ് ജുറലും ടീമിലുണ്ടായിരുന്നു. അപ്പോൾ ടീമിലെ വിക്കറ്റ് കീപ്പർമാര് KL രാഹുൽ, ഋഷഭ് പന്ത്, അതുപോലെ തന്നെ ധ്രുവ് ജുറൽ, ഈ 3 താരങ്ങളായിരുന്നു വിക്കറ്റ് കീപ്പർമാർ. പക്ഷെ പന്തിനെ നിലനിർത്തിയിട്ട് ജുറലിനെ മാറ്റുന്ന ഒരു സാഹചര്യം. അപ്പം ഒരു മെസ്സേജ് കൂടി കൃത്യമായിട്ട് BCCI നൽകുന്നുണ്ട്. KL രാഹുലിന് പിൻഗാമി ഋഷഭ് പന്ത് തന്നെയാണ് എന്നുള്ള ഒരു ഇത്. പക്ഷെ ഋഷഭ് പന്തിനെ ഒരുപക്ഷെ ഏതെങ്കിലും സാഹചര്യത്തിൽ ടീമിലേക്ക്, പ്ലേയിങ് ലെവലിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം, അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ, ഒരു കോമ്പിനേഷൻ ഒക്കെ വെച്ചിട്ട് സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ അതിന് മുതിരാനും തയ്യാറാകും, അത് ഗംഭീർ തയ്യാറാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ
ഈ ഇത് പറയുമ്പോൾ ജുറലിനെ പോലുള്ള ഒരു താരത്തെയും കൂടി മാറ്റി നിർത്തുമ്പോൾ എന്തുകൊണ്ട് കഴിഞ്ഞ അതിനകത്ത് സെഞ്ചുറി അടിച്ച താരത്തെ, അതായത് ഋതുരാജിനെ നിലനിർത്തിയില്ല എന്നുള്ളൊരു ചോദ്യമാണ് ആരാധകർ ഉന്നയിക്കുന്നത്. ഏതെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എന്തായാലും ഫസ്റ്റ് ലെവലിൽ കളിക്കാൻ പറ്റില്ലെങ്കിൽ ആ ഒരു ടീമിലെങ്കിലും 16 ടീമിലെങ്കിലും 15 അംഗമാണ് ഇപ്പോൾ ഉള്ളത്, 16 ടീമോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഇതായതുകൊണ്ടായിരിക്കാം, അത് പ്രധാനപ്പെട്ട ഗില്ലും എല്ലാവരും തിരിച്ചെത്തിയത് കൊണ്ടായിരിക്കാം ആ ഒരു രീതിയിലേക്ക് ടീമിനെ ഇന്ത്യ പ്രഖ്യാപിച്ചത്. അപ്പൊ ആരാധകർക്ക് ചോദിക്കാം, ഈ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ എല്ലാവരും പെർഫോമൻസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? 11 പേരല്ലേ കളിപ്പിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 15 അംഗ സ്ക്വാഡിനെ അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. നല്ല ഒരു വിന്നിംഗ് കോമ്പിനേഷൻ അവിടെ ഓൾറെഡി ഉള്ള സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അതിനകത്തെ എക്സ്പ്ലനേഷൻ പോലും BCCI നൽകുന്നില്ല. അപ്പൊ അത് നൽകാത്ത സാഹചര്യം അത് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മള് വേറൊരു കാര്യം, ഈ പരമ്പരയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയുടെ സ്ക്വാഡ് സെലക്ഷൻ ഒരു വലിയ ചർച്ചയാക്കേണ്ട കാര്യം പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ടീമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഒറ്റയടിക്ക് നോക്കുകയാണെങ്കിൽ ടോപ്പ് ഓർഡർ വളരെ സ്ട്രോങ് ആണ്. പിന്നെ വീക്ക്നെസ്സുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാർദിക് പാണ്ഡ്യ ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ നിതീഷ് റെഡ്ഡിയാണ് ഉള്ളത്. അപ്പൊ അങ്ങനെ അത് എങ്ങനെ നിതീഷ് റെഡ്ഡി കളിപ്പിക്കുകയോ, എന്താണ് അവസരം, എങ്ങനെയാണ് ടീമിന്റെ കോമ്പിനേഷൻ? ബോളിംഗിലാണ് ഒരു ഇതുള്ളത്, എങ്ങനെയാണ് വരുന്നത്? ഞാൻ പറഞ്ഞ ഷമീനെ പോലെ താരം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ആശ്വാസം അവിടെ ലഭിക്കുമായിരുന്നു എന്നുള്ളത്. പക്ഷേ നമുക്കറിയാം, പിന്നെ നിർണായക ഘട്ടങ്ങളിലെല്ലാം ഇന്ത്യയുടെ രക്ഷകനെയും മറന്ന താരമാണ്. ഇപ്പം ആഭ്യന്തര ക്രിക്കറ്റിലാണെങ്കിലും താരം ഫിറ്റ്നസ് തെളിയിച്ചിട്ടുണ്ട്, ഫിറ്റ്നസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഫോമിലാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പം എന്തിൻ്റെ പേരിലാണ് ഷമിയെ കഴിഞ്ഞ 2 പരമ്പരകളെ മാറ്റി നിർത്തുന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. അപ്പം ഷമി ഉണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞ ഹാർദിക് ഇല്ലാത്ത അവസ്ഥയിൽ ഒരു ഉറപ്പില്ല സീം നമുക്ക് ലഭിക്കും. നിതീഷ് നമുക്ക് വിശ്വാസമില്ല എന്നല്ല, പക്ഷേ ഒരു എക്സ്പീരിയൻസ് കുറഞ്ഞ താരമാണല്ലോ നിതീഷ് കുമാർ റെഡ്ഡി വരുന്നത്. അപ്പം സിറാജ് ഉണ്ട്, സിറാജിനൊപ്പം നമുക്ക് പിന്നെ അർഷ്ദീപാണുള്ളത്. അതിനോടൊപ്പം ഷമിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ബൂമറ ഇല്ലാത്ത സാഹചര്യത്തിൽ ഷമിയെ കൂടി പരിഗണിക്കേണ്ടത് തെറ്റില്ലായിരുന്നു എന്നൊരു വാദം മാത്രമാണ് എനിക്ക് ആദ്യം തന്നെ ഞാൻ പറഞ്ഞത്. അതൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ തന്നെ വിത്തൗട്ട് ബൂമറ, അതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം വരുന്നത്. അത് മാത്രമേ തോന്നുള്ളൂ. ബാക്കിയെല്ലാം ഓക്കെയാണ്. ബാറ്റിങ്ങിലേക്കൊക്കെ നമുക്ക് ഈ പറഞ്ഞ പന്ത് കളിക്കുന്നുണ്ടെങ്കിൽ 8ാം നമ്പർ വരെ ഓക്കെയാണ്. പന്ത് കളിക്കുന്നില്ലെങ്കിൽ സുന്ദറായി കൂടെ കളിക്കുക, അങ്ങനെ വന്നാലും 8ാം നമ്പർ നമുക്ക് ഓക്കെയാണ്. ബാറ്റിങ്ങിലും ഓക്കെയാണ്, ബൗളിങ്ങിലും സംശയങ്ങളൊന്നുമില്ല. പക്ഷെ അല്ല, ബോളിങ്ങിൽ സംശയം ഉണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ ഈ കോമ്പിനേഷനെ എങ്ങനെയാണ് ഗംഭീർ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതിനനുസരിച്ചിട്ടായിരിക്കും. പക്ഷെ ഞാൻ ഇതൊക്കെ പറയുമ്പോഴും, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും, ഈ പരമ്പരയിലേക്ക് വരികയാണെങ്കിൽ, നേരിട്ട് ഈ പരമ്പരയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഇന്ത്യയെ സംബന്ധിച്ച് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പരമ്പരയായിട്ട് ന്യൂസിലൻഡിനെതിരെയുള്ള ഏകദിന പരമ്പര മാറാനുള്ള ഒരു സാധ്യത ഇല്ല. അവരുടെ പ്രധാനപ്പെട്ട പല താരങ്ങളും ഒന്നെങ്കിൽ വിശ്രമത്തിലാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു മൊത്തത്തിൽ ഈ ടീമിനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പുതുമുഖങ്ങളുള്ള ഒരു ടീം തന്നെയാണ് ന്യൂസിലാൻഡ് ഒരു ടീം. സാന്നർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ബ്രേസ്വെല്ലാണ് ക്യാപ്റ്റനായിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ജാമീസൺ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അവർക്കൊരു ആശ്വാസം ഉള്ളത്. കെയ്ൻ വില്യംസൺ ഇല്ല, വില്യംസൺ SA-20 കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചാപ്മാൻ, മാറ്റ് ഹെൻറി, ഇങ്ങനെ കഴിഞ്ഞ പരമ്പരയിൽ കളിച്ച ഒരുപാട് താരങ്ങൾ അവരുടെ ടീമിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. പിന്നെ നമുക്ക് അവരുടെ ഇന്ത്യൻ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് താരങ്ങളെയാണ് ടീമിലുള്ളൂ എന്നുള്ളതാണ്. അത് തന്നെ അവർക്ക് തന്നെ കുറച്ച് എക്സ്പീരിയൻസേ ഉള്ളൂ. അപ്പോൾ ഡെവൻ കോൺവേക്ക് 13 മാച്ചിന്റെ എക്സ്പീരിയൻസ് ഉണ്ട്. കോൺവേ 527 റൺ സ്കോർ ചെയ്തിട്ടുണ്ട്, 2 സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അത് എടുത്തു പറയേണ്ടതാണ്. ഒന്ന് ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു ഇന്ത്യയിൽ നടന്ന മത്സരത്തിൽ, ഒന്ന് ഇന്ത്യക്കെതിരായിരുന്നു. അപ്പോൾ 2 സെഞ്ചുറികൾ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിച്ചൽ 13 മാച്ച് കളിച്ചിട്ടുണ്ട്, 586 റൺ സ്കോർ ചെയ്തിട്ടുണ്ട്, 50 മുകളിലെ ആവറേജ് ഉണ്ട്. അപ്പോൾ പിന്നെ ഉള്ളത് ഗ്ലെൻ ഫിലിപ്സ് കളിച്ചിട്ടുണ്ട്, വില്യങ് 6 മാച്ച് കളിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കി നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ജാമീസൺ IPL കളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഇന്ത്യയിൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. പിന്നെ മിച്ചൽ ഹേ കളിച്ചിട്ടില്ല ഇന്ത്യയിൽ. ജോഷ് ക്ലാർക്സൺ, സാക് ഫോക്സ്, ആദിത്യ അശോക്, നിക്ക് എല്ലി, ക്രിസ്ത്യൻ ക്ലർക്ക്, ജെയ്ഡൻ ലെനോക്സ്, മിച്ചൽ റേ, ഇവരാരും അങ്ങനെ ഇന്ത്യയിൽ കളിച്ചിട്ടില്ല. ഇതിൽ തന്നെ ക്രിസ്ത്യൻ ക്ലർക്കും ജെയ്ഡൻ ലെനോക്സും ഒരു ഏകദിനം പോലും കളിച്ചിട്ടില്ല. അതെ. ഇനിയിപ്പോ നമ്മൾ പറയാണ്, ഇപ്പൊ ഇവര് പുതിയ കളിക്കാത്ത ഒരുപാട് താരങ്ങളുണ്ട്, ഇങ്ങനത്തെ താരങ്ങളുണ്ട്, പക്ഷെ ഇവരൊക്കെ പ്ലേയിങ് ലെവലിൽ വരുമെന്ന്. അവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കളിക്കാർ ഏറ്റവും കൂടുതൽ ഉള്ളത് ബോളേഴ്സാണ്. അതായത് അവരിൽ പലരും ടീമിൽ ഉൾപ്പെടാനാണ് സാധ്യത, പ്ലേയിങ് ലെവലിൽ ഉൾപ്പെടാനാണ് സാധ്യത. ജാമീസൺ എന്ന പേര് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ബൗളേഴ്സ് എല്ലാവരും
എക്സ്പീരിയൻസ് കുറഞ്ഞ ആളുകളാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ച് സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമുക്കറിയാം. ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിപ്പോൾ അവര് ഇവിടെ ഒരു ടെസ്റ്റ് പരമ്പര വൈറ്റ് വാഷ് ചെയ്തിരുന്നത്. ആ പരമ്പരയിൽ അവരെ സ്പിന്നേഴ്സ് ആയിരുന്നു അവരുടെ ശക്തി ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ നോക്കുകയാണെങ്കിൽ ആദിത്യ അശോക്, അതുപോലെ തന്നെ ലെനോക്സ്, ഇവരൊക്കെയാണ്. ലെനോക്സ് അതിൽ അൺക്യാപ്ഡ് പ്ലെയർ ആണ്. ആദിത്യ അശോക് 2-3 മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. അപ്പൊ അവരെ പോലുള്ള താരങ്ങളാണ്. പിന്നെ അവരെ ക്യാപ്റ്റൻസി തന്നെ ടെമ്പററി ആണ്. ഇപ്പോ ബ്രേസ്വെൽ എനിക്ക് തോന്നുന്നത് ഈ ഓഡി സീരീസ് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും എന്തായാലും T20 ലോകകപ്പ് വരുന്നതാണല്ലോ. അപ്പൊ അതിന് മുമ്പ് ഒരു കണ്ടീഷനോട്ട് പൊരുത്തപ്പെടാനുള്ളത് മാത്രമേ എത്തുള്ളൂ. ഈ പറഞ്ഞപ്പം ഞാൻ കൂടുതൽ ചിന്തിക്കുന്ന ഇതാണ്, പുതിയ താരങ്ങളെല്ലാം കളിക്കുന്നത്, അതായത് ബൗളർമാർ. അപ്പോൾ ഇന്ത്യയുടെ എക്സ്പീരിയൻസ്ഡായ ബാറ്റേഴ്സ് ആണെങ്കിൽ കൂടി ഈ താരങ്ങൾ എങ്ങനെ നേരിടും എന്നുള്ളത് അവരെ പരിചയമുള്ള താരങ്ങളല്ല. അപ്പം അവരുടെ ഈ ഒരു അനുഭവസമ്പത്ത് കുറഞ്ഞ താരങ്ങളും ഇന്ത്യയുടെ അനുഭവസമ്പത്തുള്ള ബാറ്റ്സ്മാൻമാർ തമ്മിലുള്ള പോരാട്ടമായിരിക്കും ഇതിലൊരു ഹൈലൈറ്റ് ആയി വരുന്നത്. ഈ പറഞ്ഞാൽ ഇന്ത്യയും വലിയൊരു ഇത് കൊടുക്കുന്നുണ്ടാവില്ല. ഹർദിക്കിന് ഇപ്പം ബൂംറക്കും മിശ്രം കൊടുത്ത് തന്നെ ലോകകപ്പ് മുന്നിൽ കണ്ടാണല്ലോ. കൊടുക്കുന്നില്ല, ബാക്കി സീനിയർ താരങ്ങൾ എന്തായാലും കളിക്കുന്ന ഒരു ഫോർമാറ്റ് മാത്രം കളിക്കുന്ന താരങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവും തോന്നുന്നല്ലോ. തീർച്ചയായിട്ടും. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് വളരെ ഇതാണ്. അതായത് നല്ല ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ, നല്ല കരുത്തുള്ള ടോപ്പ് ഓർഡർ, സ്വാഭാവികമായിട്ടും അപ്പുറം എക്സ്പീരിയൻസ് ഉള്ള. അപ്പൊ രോഹിത്തും കോഹ്ലിയൊക്കെ എന്ന് പറയുന്നത് ഇന്ന് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളാണ്. മറുവശത്ത് ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോളേഴ്സ് ആണ് ന്യൂസിലാൻഡിനുള്ളത്. അതോടൊപ്പം തന്നെയാണ് ന്യൂസിലാൻഡ് ബാറ്റർമാരെല്ലാവരും നല്ല രീതിയിൽ ഇപ്പൊ ഇവിടെ കളിച്ച ആളുകളുടെ ഒക്കെ സ്ട്രൈക്ക് നോക്കുന്ന സമയത്ത് നല്ല സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്യുന്ന ആളുകളാണ്. അതായത് നന്നായി സ്കോറിങ് ചെയ്യുന്ന താരങ്ങളാണ് ന്യൂസിലാൻഡിന്റെ പ്ലെയേഴ്സ്. അവരെ മൊത്തത്തിലൊരു ഡാറ്റ നോക്കുന്ന സമയത്ത്, ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നതാണ്. പല താരങ്ങൾക്കും 13 മത്സരങ്ങൾ കളിച്ച പല താരങ്ങളുടെയും സ്ട്രൈക്ക് റേറ്റ് 100-ന് മുകളിലാണ്. അപ്പൊ അതും ഒരു വളരെ നിർണായകമായിട്ടുള്ള, അപ്പൊ എനിക്ക് തോന്നുന്നത് കുറച്ച് നല്ല സ്കോറിങ് വരുന്ന മാച്ചുകൾ കാണാൻ പറ്റും. ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോളിംഗിനൊക്കെതിരെ ഇന്ത്യയുടെ ബാറ്റർമാര് നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ നല്ല സ്കോർ ചെയ്യുന്നതാണ്. അതിനകത്ത് വല്ല ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇന്ന് അല്ല അത് ശരിയാണ്. പക്ഷേ ഈ താരങ്ങൾ നമുക്ക് പിന്നെ പുതിയ താരങ്ങൾ നമ്മൾ എപ്പോഴും വരുമ്പോൾ കാണാറുണ്ട്, ഞെട്ടിക്കുന്ന താരങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഞെട്ടിക്കുന്ന താരങ്ങൾ പറയുമ്പോഴേ ചിലപ്പോ ഇതിനകത്ത് പുതിയ താരങ്ങൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം 30 വയസ്സൊക്കെ ആയ ആളുകളും ഉണ്ട്. ഇപ്പൊ യുവതാരങ്ങളുണ്ട്. അതുപോലെ തന്നെ ആഭ്യന്തര ക്രിക്കറ്റിലൊക്കെ നന്നായി കളിച്ച താരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ത്യയിലെ എക്സ്പീരിയൻസ് കുറവുള്ള ഒരു ടീം തന്നെയാണ് ന്യൂസിലാൻഡ്. ഇപ്പൊ നിലവിലെ ആ ഒരു ODI സ്ക്വാഡ് നോക്കുന്ന സമയത്ത് അതങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.